ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാരീസ് ട്രിപ്പ് ഇന്ന് കഴിയാണ്. അപ്പോൾ ഇന്ന് രാത്രി വരെ നമ്മൾ ഇവിടെ തന്നെ ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കും. നമുക്ക് രാത്രി ഇന്നാണ് ലാസ്റ്റ് ഡേ ഓഫ് ഫ്രാൻസ്. അപ്പം നമ്മളെ ഇന്നത്തെ ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. അതെ, നമ്മൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞ്. പിന്നെ നമ്മുടെ ബാഗിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് തൂക്കി പിടിച്ച് നടക്കുക എന്ന് പറയുന്ന ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഈഫിൾ ടവറിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് രാത്രി വരെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നൈസായിട്ട് നമ്മൾ ബസ്സിന് പോകുന്നതായിരിക്കും. നമുക്കിനി ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് അടുത്ത ട്രിപ്പ്. അപ്പോൾ എന്തായാലും ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകാൻ ഇച്ചിരി മടിയുണ്ട്, കാരണം കിടിലം വ്യൂ ആണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. നല്ല എന്താ പറയുക, ഫുള്ള് പാരീസും ഒക്കെ കാണാൻ പറ്റിയൊരു വ്യൂ ആണ്. രക്ഷയില്ല. അതാ ഐഫിൾ ടവർ, അതാ അവിടെയാണ്. ഇത് രാത്രി കാണുമ്പോൾ ലൈറ്റ് കത്തുമ്പം നല്ല നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനായിട്ട് തന്നെ നമ്മൾ ഈ കാശ് കൊടുക്കുമ്പം വേർത്താണ്. ഇത്രയും കാശിന് പക്ക ടൗൺ സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, എന്നാലും പക്ക വേർത്തെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ രാത്രി ന്യൂ ഇയർ കഴിഞ്ഞ് അത്യാവശ്യം ടയർഡായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നടന്ന് എത്തിയത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒന്നും കാണത്തില്ലെന്ന്, ഫുഡൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചൈനീസ് ആണോ എന്തോ ഏഷ്യൻ കുറച്ച് കൊഞ്ചും നൂഡിൽസൊക്കെ ഇട്ടൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചു നോക്കാം, എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക്. ഇതിനകത്ത് അവർ ഒഴിക്കാനെന്തോ സാധനമൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഓവനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ നമുക്ക് അവിടെ പക്ഷേ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കിച്ചണില്ലായിരുന്നു. പക്ഷേ ഇവിടെ കിച്ചണൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മൾ അത്യാവശ്യം ഒരുപാട് ദിവസം നിൽക്കാത്തതിനെ കൊണ്ടും നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല ഇവിടെ. അപ്പം നമ്മൾ എന്താ പറയുക, പിന്നെ ഒന്നാമത്തെ കാര്യം ഇത്രയും ടയേർഡായി വന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാനൊന്നുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും അപ്പം തന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ ഫുഡ് വാങ്ങിക്കും. പിന്നെ നമ്മുടെ അവിടെ മുള്ളയിൽ വലിയ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പം ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കാം. പ്രോൺസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നൈസായിട്ടുണ്ട്. പിന്നെ എന്തോ സാധനമുണ്ട്, അതെന്താ നോക്കാം. കുറച്ച് പച്ച ഇലയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു സാലഡ് പോലെയാണോ സംഭവം, പക്ഷെ ഫുഡ് നൈസായിട്ടുണ്ട്. സീസണിങ് നല്ല ക്രഞ്ചിയാണ്. വേറെ സീസണിങ് ഉണ്ട് ഇയാളുടെ. വേണ്ട, അത്ര ക്രഞ്ചി വേണ്ട. ഇതിന് 6 യൂറോ 5 യൂറോ എന്തോ വരുന്നുള്ളൂ. അത്യാവശ്യം കൊള്ളാം പൈസ. അപ്പം ഞാനിടൂ കൊള്ളാം. അപ്പോൾ ഇപ്പോൾ ഓണർ വരും, അപ്പോൾ നമുക്ക് കീ കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മളൊരു ടിബറ്റൻ ഇനിയിപ്പോൾ നമുക്ക് രാത്രിയാണ് ബസ്. അപ്പോൾ അതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എനിക്കറിഞ്ഞൂടാ. ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഫുഡ് കൊള്ളാമെന്ന് നോക്കാം. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് കയറി. നമ്മളപ്പം ഒരു നോർമൽ ചായയും ടിബറ്റൻ ബട്ടർ ചായയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അവസ്ഥ നോക്കാം. പശുവിൻ്റെ പാല് അങ്ങനെ തന്നെ എടുത്ത് കുടിക്കുന്ന പോലെ ഉണ്ട്. അല്ലത് ഇന്ത്യൻ ചായ ആയിട്ടില്ലെങ്കിലും ചായ ആയിട്ടുണ്ട്, ബാക്കി ആയിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്രൈഡ് മോമോസാണ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. കഴിച്ചോട്ടെ. എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യണം. അല്ല, ഇത് സോസ്. സോസ് എരിവ് കൂടുതലാണ്. എരിവ് കൂടുതലാണ്, കുറച്ച്
കുറച്ച് നോക്കിയാൽ മതി. ഇത് ആവേശ് കുമാർ ആയതാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? രക്ഷയില്ലാത്ത ടെക്സ്റ്റ് വളരെ കൊണ്ടുപോയി. യു അണ്ടർ എസ്റ്റിമേറ്റഡ് മീ ഗൈസ്. ഈ കടയിൽ കയറുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ. നല്ല ടേസ്റ്റ്. സൂപ്പർ ഫുഡ്. നമ്മളിപ്പോൾ അടുത്ത പറഞ്ഞത് ചില്ലി ചിക്കനും പൂരി പോലത്തെ എന്തോ സാധനം, പിന്നെ ചോമേനുമാണ്. ഇപ്പം എന്തായാലും കഴിച്ചു നോക്കാം. ചോമേൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും കഴിച്ചു നോക്കാം. രസമില്ല, നല്ല സൂപ്പർ സാധനം. ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ ചിക്കൻ ഡ്രൈ. ചിക്കൻ കൊള്ളാം, ഒരു ഇന്ത്യൻ ടേസ്റ്റ് അല്ല. ഇനി പിന്നെ എന്തൊരു ടേസ്റ്റാ? ഇതിൻ്റെ കൂടെ ഒരു പീസ് കഴിച്ചു നോക്കാം. ഇനി ഞാൻ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇയാൾക്ക് വയറിളക്കം പിടിക്കും. നോർമൽ ആദ്യമായിട്ടാണ് ചോമയും കഴിക്കുന്നത്. ബ്രെഡ് ഭയങ്കര സോഫ്റ്റാണ്. നല്ല ടേസ്റ്റും ഉണ്ട് ബ്രെഡിന്. ഒരു ചെറിയ പീസ് എടുത്ത്. എനിക്കറിയില്ല ചില്ലി ചിക്കൻ ഈ ടേസ്റ്റാണോ വരികയാണ്. പക്ഷെ കൊള്ളാമല്ലോ ഈ ടേസ്റ്റ്. അപ്പം എനിക്ക് ഇതാണ് ഒതന്റിക് ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ സൂപ്പർ അല്ലേ? നന്നായിട്ടൊരു മധുരം അങ്ങനത്തെ ഫ്ലേവർ വരില്ലേ? ഇത് കൊള്ളാമല്ലേ? ഇപ്പം എന്തായാലും നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ ഒരു ലഡു പറഞ്ഞിട്ടുണ്ട്, കഴിച്ചു നോക്ക്. നെയ്യിൻ്റെ ടേസ്റ്റ് അല്ല, നല്ല. ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മളപ്പം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അത്യാവശ്യം നൈസ് ഫുഡായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഈഫിൾ ടവർ വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ നമ്മൾ വീണ്ടും പാസി മെട്രോ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഇത്ര തിരക്കില്ലായിരുന്നു, നല്ല തിരക്കുണ്ട്. എന്തായാലും നമ്മൾ കുറച്ചും കൂടി നേരത്തെയായിരുന്നു വന്നത്. പിന്നെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് നേരത്തെ വന്ന് തിരക്കില്ല സമയമാകുമ്പോൾ വന്ന് പോകാമെന്നുള്ള പ്ലാൻ ആയതുകൊണ്ടായിരുന്നു അത്ര തിരക്കില്ലാഞ്ഞത്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ന്യൂ ഇയർ ആണ് ഇന്ന്. അപ്പം ഒബ്വിയസ്ലി തിരക്ക് കണ്ടില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഒരു 5 മണി വരെ ഇവിടെ ഇരുന്നിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. സ്പോട്ട് ചെയ്താണെന്ന് അറിയില്ല, അതാണ് കോമഡി. പ്ലാനില്ല, അതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ പാസി മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ രാവിലെ തന്നെ അല്ല വൈകുന്നേരമായി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ഇതാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ. സൺറൈസൊക്കെ അടിപൊളിയാണ്, പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് സൺറൈസ് കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സമ്മർ സീസണിലൊന്നും വരണം ഇവിടെ. അവിടെ മെട്രോയുടെ അടിയിലൊക്കെ ആൾക്കാർ ബാസ്കറ്റ് ബോൾ കളിക്കാൻ സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അടുത്ത ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. ബീഫ്, ചിക്കൻ, നൂഡിൽസ്, റൈസ്, കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. ചൂടാക്കി സ്പൈസിയാന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല. ബീഫ് രക്ഷയില്ല, ഭയങ്കര സ്മൂത്തും കിടലും സാധനം. നമുക്ക് ചിക്കൻ ഡ്രൈ എല്ലാം പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. വേറെ ലെവല. ഇന്നടുത്ത് റൈസ്, നൂഡിൽസ്
രക്ഷയില്ല. നൂഡിൽസ് മറ്റേ ടിബറ്റൻ കടയിൽ തന്നെയായിരുന്നു നല്ലത്. സൂപ്പർ. എന്നറിയില്ല, ഞാൻ കുറേ കൊറിയൻ സിനിമയിലും കൊറിയൻ സീരീസിലൊക്കെ കണ്ടൊരു സാധനമാണിത്. എന്താ സാധനം എന്നറിയില്ല, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണ്. എന്തായാലും അതൊന്ന് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അതിൽ തീർക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവൾ ഫുഡൊക്കെ വടിച്ച് തീർത്തിട്ട് വിട്ടിരിപ്പുണ്ട്. നമ്മൾ ഇത്രയും കഴിച്ചതിന് വെറും 15 euro ആയിട്ടുള്ളൂ. ഐ ലവ് ഏഷ്യൻ ഫുഡ്, വെരി വെർത്ത് ഇറ്റ്. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, നമ്മളെ ഈഫിൾ ടവറിൻ്റെ താഴെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, എല്ലാവർക്കും ബർത്ത്ഡേ ഒക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട്സ് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു വലിയ ബർത്ത്ഡേ ഒന്നുമല്ല, കുഞ്ഞു ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഇനിയിപ്പം എപ്പോഴാണ് പുതിയ സ്ഥലത്തേക്കെന്ന് അറിയത്തില്ല. അപ്പോൾ അടുത്ത ന്യൂ ഇയർ പുതിയ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പം അവിടെ വെച്ച് കാണാം. ബൈ.